ഹലോ ഗായ്സ്, ഇന്ന് സൺഡേ ആയിട്ട് ചെറിയൊരു ചിക്കൻ കറിയുടെ പരിപാടിയായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ക്യാമറാമാൻ നമ്മൾ ചിക്കൻ കറി വെക്കുന്നതാണ്. സെറ്റപ്പ് ചിക്കൻ കറി. ഓക്കെ, ചിക്കൻ കറി ഓരോ സംഭവങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. പതുക്കെ 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 ഓരോ സാധനങ്ങൾ. ഓക്കെ, ഞാൻ അടുക്കള കയറിയപ്പോഴേ ദുവാമോള് പറയുന്നുണ്ട്, വാപ്പ ഈ സബോളയും ഉള്ളിയും വെച്ച് കളിച്ച വാപ്പയുടെ കണ്ണ് നല്ലോണം ഇരിക്കുന്നു. അവൾ അതിനോടൊക്കെ പച്ചമുളക് എടുക്കാനും മറ്റെടുക്കാനും മറിച്ചെടുക്കാനൊക്കെ കൈ നീട്ടുന്നുണ്ട്. ഞാൻ കൊടുക്കാതിരിക്കുന്നു കേട്ടോ. വെളുത്തുള്ളിയുണ്ട്, ഇഞ്ചിയുണ്ട്, കിഴങ്ങുണ്ട്. അപ്പോഴേക്ക് നമ്മൾ മൺചട്ടിയിൽ നേരെ വൈഫ് ചിക്കനൊക്കെ കഴുകി സെറ്റാക്കി തന്നു കേട്ടോ. എന്നിട്ട് ക്യാമറയും കൊണ്ട് അവിടെ മാറി നിൽപ്പുണ്ട്. നമ്മൾ സബോള ഉള്ളിയൊക്കെ പൊളിച്ച് വെച്ച് അരിഞ്ഞില്ല. അപ്പോൾ നേരെ കഴുകിയ ചിക്കനിലേക്ക് നല്ല കാശ്മീരി മുളക് പൊടി, മറ്റേ മുളക് പൊടിയിട്ട പിള്ളേരൊക്കെ കഴിക്കുന്നില്ല. അപ്പം നമ്മൾ കാശ്മീരി മുളക് പൊടിയുള്ള എല്ലാ പരിപാടിയും, ഇച്ചിരി മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും മസാലപ്പൊടിയും ഗരം മസാലപ്പൊടി ഉണ്ടല്ലോ, അതെല്ലാം നേരെ അതിനകത്തേക്ക് ഇട്ട്. കുരുമുളക് പൊടി എപ്പോൾ ഇടണമെന്ന് ചോദിച്ചാൽ പറഞ്ഞ് വേണ്ട, നമ്മൾ കറി സെറ്റാകുന്ന സമയത്ത് നമ്മൾ കുരുമുളക് പൊടി ഇട്ടാമെന്ന് പറയും. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു കേട്ടോ. അതെല്ലാം ഇട്ട് നേരെ കൈകൊണ്ട് നല്ലോണം ഇളക്കി സെറ്റാക്കി മൊത്തം എല്ലാ ഇറച്ചിയിലും എല്ലാ ചിക്കൻ്റെ ഭാഗത്തും നല്ല മസാല പിടിക്കുന്ന രീതി കൈ കൊണ്ട് നല്ലോണം മിക്സാക്കി സെറ്റാക്കി നേരെ ചട്ടി ഉൾപ്പെടെ കൊണ്ട് മാറ്റി വെച്ചു. നേരെ ഒരു കുക്കർ എടുത്തു, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ആ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സബോളയുടെ വീഡിയോ എടുക്കാൻ വിട്ടു കേട്ടോ. ആ സബോളയും ചെറിയ ഉള്ളിയും കരിവേപ്പിലയും പച്ചമുളകും എല്ലാം ആയിട്ട് നേരെ കുക്കറിലിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചു. ആ സമയം കൊണ്ട് വൈഫ് അവിടെ നേരെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി തന്നു കേട്ടോ. അതിൽ പച്ചമുളകും എല്ലാം കൂടെ പേസ്റ്റാക്കി നേരെ അതിലിട്ടു. നല്ലോണം ഇളക്കാൻ പറഞ്ഞു, നല്ലോണം നിന്ന് ഇളക്കണമെന്ന് പറഞ്ഞു. അടുപ്പിൻ്റെ ഓട്ടിൽ നിന്ന് നിങ്ങൾ പരിചയമില്ലാത്തതല്ലേ, എന്നാലും ഒരു വീഡിയോയ്ക്ക് വേണ്ടിയാണെങ്കിലും നിങ്ങൾ മുമ്പേ നിന്ന് ചെയ്തോളാൻ പറഞ്ഞു. അവൾ അവിടെ നിന്ന് വീഡിയോ പിടിച്ചു. ഞാൻ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം ഇളക്കുന്നുണ്ട് കേട്ടോ. ആദ്യത്തെ കുക്കിങ്ങാണ്. അടുക്കളയൊക്കെ വല്ലപ്പോഴൊക്കെ കയറാറുള്ളൂ. ഇന്നങ്ങനെ സൺഡേ കൊണ്ട് വെറുതെ ഒന്ന് കയറി നോക്കിയതാണ്. ഇച്ചിരി പാട് പിടിച്ച പണിയാണെന്ന് നിന്നാണ് മനസ്സിലായത്. അങ്ങനെ നല്ലോണം ഇളക്കി കൊണ്ടുവന്നപ്പോൾ അതിലേക്ക് ഒരു പാത്രം വെള്ളം ഒഴിക്കാൻ പറഞ്ഞു. എനിക്ക് കുക്കിങ്ങിനെ കുറിച്ച് ABCD അറിയത്തില്ല കൂട്ടുകാരെ. ആ കൂട്ടത്തിൽ നമ്മൾ തക്കാളിയും കിഴങ്ങുമൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ക്യാമറമാൻ അവിടെ നിന്ന് ഡയറക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ആ പരിപാടിയിലാണ് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് തിന്നാൻ മാത്രമേ അറിയൂ, കയ്യും കഴിയും സമയത്ത് വന്നിരുന്ന് കഴിക്കാൻ മാത്രമേ അറിയൂ. അങ്ങനെ ഇതെല്ലാം നേരെ കുക്കറിനകത്ത് വെച്ചു വേവിക്കാൻ വേണ്ടി കുറച്ച് നേരം അടച്ചു വെച്ചു. ആ സമയം കൊണ്ട് പൊണ്ടാട്ടി അവിടെ നേരെ ചപ്പാത്തി വിടുന്നുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് സൺഡേ കൊണ്ട് വൈകിട്ട് ചപ്പാത്തിയും ചിക്കൻ കറിയായിരുന്നു ഞങ്ങളുടെ സ്പെഷ്യൽ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുക 3 ഫിസിൽ വരണം, അത് കഴിഞ്ഞിട്ടേ നമുക്ക് എന്തും ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നും പറഞ്ഞ് കുക്കറിനെ മാറ്റി അവിടെ വെച്ച് ഫോണും എൻ്റെ കയ്യിൽ തന്നു. ആ സമയം കൊണ്ട് അവൾ ചപ്പാത്തിയൊക്കെ പരുത്തി റെഡിയാക്കി. അപ്പോഴേക്കൊരു ചീനിച്ചട്ടി വെച്ചെടുത്ത് പറഞ്ഞ് നേരെ വെളിച്ചെണ്ണ ഒഴിക്കാൻ പറഞ്ഞു. ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കാൻ പറഞ്ഞു, ചീനിച്ചട്ടി ചൂടാവട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു, കടുകിട്ട് പൊട്ടിച്ചു. ആ സമയത്തൊക്കെ അത് പറഞ്ഞു കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മസാലപ്പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള പൊടി ഐറ്റംസ് എല്ലാം ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ വീഡിയോ പിടിക്കുന്ന മെത്തിക്കുക തുറന്നു വരുമ്പോൾ സമയം ഒരുപാടാവുമെന്നും പറഞ്ഞ് നേരെ പാത്രത്തിലാക്കി തന്നു. ഞാൻ അതിട്ടു. അതിനകത്ത് കുറച്ച് വേപ്പിലയും ഇട്ടു. വേപ്പിലിടാതെ ഒരു പരിപാടിയില്ല കേട്ടോ. വേപ്പിലാണ് മെയിൻ പരിപാടി. മല്ലിയില ഇന്നില്ലായിരുന്നു കേട്ടോ. അല്ല മല്ലിയിലയും ഇട്ടുന്ന കറി ഉഷാറായിരുന്നു. അതിലേക്ക് നമ്മൾ കുക്കറി വേവിച്ച് വെച്ച ആ വെള്ളത്തോട് സെറ്റാക്കി വെച്ച കിഴങ്ങ് ഉള്ളി തക്കാളി പച്ചമുളക് ഗ്രേവി എല്ലാം കൂടെ ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മിക്സാക്കി അതിലോട്ട് നേരെ ഒഴിച്ചു കൊടുത്തു. കൊടുത്തതിനകത്ത് നമ്മൾ ചട്ടിക്കകത്ത് നേരത്തെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ മിക്സാകാൻ മാറ്റി വെച്ച ചിക്കനില്ലേ, അതൊരു 10-15 മിനിറ്റ് മാറ്റി വെച്ചായിരുന്നു. അതും നേരെ ഇതിനകത്തിട്ട് നേരെ മിക്സാക്കി കൊടുത്തു. മറിച്ച് തട്ടിയിട്ട് മിക്സാക്കി കൊടുത്തു. അവൾ പറഞ്ഞ് വെള്ളം വേണ്ടവർക്ക് വെള്ളം ഒഴിക്കാം, നമ്മൾ ഒരുപാട് വെള്ളമില്ലാതെ ചപ്പാത്തിക്കായതുകൊണ്ട് ആ നേരത്തെ ഒഴിച്ച വെള്ളത്തിൽ റെഡിയാക്കി എടുക്കുക എന്ന് പറഞ്ഞു. വെള്ളം വേണ്ടവർക്ക് വെള്ളം ഒഴിച്ച് നമുക്ക് ചോറിനൊക്കെ എടുക്കുമ്പോൾ ഗ്രേവിയോടെ കിട്ടും. ഇതിപ്പം നല്ലോണം പറ്റിച്ചെടുക്കുന്ന പരിപാടിയാണ്. പിന്നെയും വേപ്പില ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി എന്നിട്ട് പറഞ്ഞ് ഉപ്പ് നോക്കാൻ പറഞ്ഞു. ഞാനിട്ട് ഉപ്പല്ലേ ഇട്ടപ്പോൾ ഉപ്പും മസാല ഐറ്റംസൊക്കെ കുറവാണ്. പിന്നെ മാറിയിരിക്കുമെന്ന് പറഞ്ഞ് അവൾ തന്നെ അവളുടെ സെറ്റപ്പിനനുസരിച്ച് ലേഡീസിന് അതിനനുസരിച്ച് ഇതുണ്ടല്ലോ, അങ്ങനെ അതൊക്കെ ഇട്ട് കറി നല്ലോണം തിളയ്ക്കാൻ വെച്ചു. വേപ്പിലയൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി വെച്ചു. മല്ലിയിലയും കൊണ്ടായിരുന്നു പൊളിയായിരുന്നു പറഞ്ഞു കേട്ടോ. പക്ഷെ മല്ലിയില ഇല്ലായിരുന്നു. പിന്നെ വൈകുന്നേരം ആയതുകൊണ്ട് പിന്നെ പോയില്ല. അങ്ങനെ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. ഞങ്ങളെ ചിക്കൻ കറി ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. ഇത് വെച്ച് നോക്കണം, കറി വെച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ട് ആലപ്പുഴ ചിക്കൻ കറി നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ. ഞങ്ങൾ ചപ്പാത്തി ചിക്കൻ കറി കഴിക്കാൻ പോകണം. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ് കൂട്ടുകാരെ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ചെയ്ത് പരീക്ഷിച്ച് നോക്കണം ഞങ്ങളുടെ ചിക്കൻ കറി.